Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മോർച്ചറി സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതില് നമ്മൾ ഇൻട്രൊഡക്ഷൻ വായിച്ചു, നീഡ് ഫോർ മോർച്ചറി, ദെൻ ഫങ്ഷൻസ്. പ്ലാനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? പ്ലാനിങ് പാരാമീറ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ? ലൊക്കേഷൻ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? ലൊക്കേഷൻ ആണ് പറഞ്ഞത് അല്ലെ. ലൊക്കേഷൻ ഫുള്ള് കംപ്ലീറ്റ് പറഞ്ഞു. COPP ഒക്കെ നമ്മൾ പറഞ്ഞു. COPP പറഞ്ഞില്ലേ? ഓക്കെ. ദെൻ നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് ഫങ്ഷണൽ ഏരിയ. അപ്പൊ ലൊക്കേഷനും സ്പേസ് റിക്വയർമെന്റും അറിയാലോ. ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം കേട്ടോ. നമുക്ക് ബാക്കി കണ്ടിന്യൂഷൻ ആണല്ലോ. പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറി. ദെൻ ലൊക്കേഷൻസും സ്പേസ് റിക്വയർമെന്റ് ആണ്. ജസ്റ്റ് ഒന്ന് വായിക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു എങ്കിലും ഒരു കണ്ടിന്യൂഷൻ കിട്ടുമല്ലോ. Location. The location should be in a dubious, obscure place in a separate building to where the dead bodies can be reached in the non-disturbing way. There should be easy access from wards, ICU, operation theatre, emergency pathology department. Space requirement relies on size and the type of hospital and workload. The Committee on Plan Project COPP has recommended an area of 6 to 8 square feet but and general guidelines. Okay. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗം എടുക്കാം, ഫങ്ഷണൽ ഏരിയാസ്. അപ്പൊ ഒരു മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയാസ് ആണ് ഇത് പറയുന്നത്. അതില് ഫസ്റ്റ് വൺ, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പോർട്ടിക്കോ നമ്മള് കവേർഡ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടിക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വാഹനങ്ങളൊക്കെ മറ്റും പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു മറ്റേ നമ്മൾ ആഗ്ലാറൊക്കെ ഇട്ടിട്ടുള്ള ഷീറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പോർട്ടിക്കോ. നോക്കാം, ആംബിൾ പാർക്കിംഗ് ഏരിയ വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 meter square. Meter square എന്നാണ് അത്. 18 meter square for which it should be facilitated at the entrance to the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. അപ്പൊ പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോയിൽ പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം എന്ന്. അതായത് കവർ ചെയ്തിട്ടുള്ള ഒരു പോർട്ടിക്കോ. പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ ആംബുലൻസും മറ്റൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അത് പറയുന്നത് 18 മീറ്റർ സ്ക്വയറിൽ ഏകദേശം ഒരു അളവാണ് പറയുന്നത് കേട്ടോ. അത്രയും ഒരു 18 മീറ്റർ സ്ക്വയറിലുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. അത് കവർ ചെയ്തിരിക്കണം. വെഹിക്കിൾസ് എൻട്രൻസിലൂടെ ബോഡി കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു നമ്മള് എൻട്രൻസിലൊക്കെ ഒരു എന്താ പറയാ അത്രയും ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വേണം. ഈ നമ്മള് ആംബുലൻസും മറ്റും കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം വെറ്റ് വെതർ ആൻഡ് സ്ക്രീൻ ഫ്രം, അതായത് അതുപോലെ തന്നെ നനഞ്ഞ കാലാവസ്ഥയിൽ നിന്നും അടുത്തുള്ള ഭാഗത്ത് നിന്നൊക്കെ, അതായത് കവേർഡ് ആയിരിക്കണം എന്ന്. അതായത് ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഡ് ബോഡീസിൽ എടുത്തുകൊണ്ട് ഒരു ആംബുലൻസിലൊക്കെ കെട്ടിക്കൊണ്ട് ഡെഡ് ബോഡീസ് നനയാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം അത് കവർ ചെയ്തിട്ടുള്ള ഒരു പോർട്ടിക്കോ ആയിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭയങ്കര മഴയും ഇതൊക്കെ ആണെങ്കിൽ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വണ്ടിയിലോട്ട് കയറുമ്പോഴേക്കും ഡെഡ് ബോഡീസ് എടുത്ത് നനയാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നനയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു പോർട്ടിക്കോ ഉണ്ടായിരിക്കണം. സെക്കൻഡറി റോഡ് ആൻഡ് പാർക്കിംഗ് ഏരിയ, അതായത് പുറത്തേക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പാർക്കിംഗ് ഏരിയയിലൊക്കെ ഫുൾ ആയിട്ട് അത് കവർ ചെയ്തിരിക്കണം. ഡെഡ് ബോഡീസ് നമ്മൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോയിൽ പറയുന്നത്. ക്ലിയർ ആണോ? സിമ്പിൾ ആണ്, നമുക്ക് വായിച്ച് തന്നെ സ്വയം മനസ്സിലാക്കാവുന്നതാണ് അല്ലെ. നെക്സ്റ്റ് വൺ, റിസപ്ഷൻ. ഇത് മോർച്ചറിയിലത്തെ ഏരിയകളാണ് പറയുന്നത്. റിസപ്ഷൻ. അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. റിസപ്ഷനിൽ എന്താണ് പറയുന്നത്? The place where bodies are observed and documents examined അല്ലെ, examined. അതായത് മൃതദേഹങ്ങൾ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയ ആണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. It should be easily reachable and approachable. ഇത് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സമീപിക്കാവുന്ന ഒരു ഏരിയ ആയിരിക്കണം റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മോർച്ചറിയിൽ കയറി ചെല്ലുമ്പോൾ തന്നെയായിരിക്കും ഈ റിസപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ മൃതദേഹങ്ങൾ ഡെഡ് ബോഡീസിനെ നമ്മൾ എന്ത് ചെയ്യും? മൃതദേഹങ്ങൾ നിരീക്ഷിക്കുകയും അതിനെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്.
ദെൻ നമ്മൾ ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഏരിയ, അതായത് മോർച്ചറിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കയറി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയായിരിക്കും റിസപ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ട്രോളി ബേ. ട്രോളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇവിടെ മോർച്ചറിയിലെ ട്രോളി എന്തിനു വേണ്ടിയിട്ടായിരിക്കും മോർച്ചറിയിലെ ട്രോളി ഉപയോഗിക്കുന്നത്? ട്രോളി, നമ്മൾ ട്രോളി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകില്ലേ, വീലൊക്കെ ഉള്ള ട്രോളി. ഇത് നമ്മൾ ട്രോളി എന്തിനു വേണ്ടിയിട്ടായിരിക്കും മോർച്ചറിയിൽ ട്രോളി എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡ് ബോഡീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ? നോക്കാം. ട്രോളി ബേ, the proper space needed for trolley bay in 3 meters square. The trolley is used for transportation of the dead body. Dead bodies transportation വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോളി ബേ ഉപയോഗിക്കുന്നത്. It should be within the reach of the reception. അത് നമ്മൾ കൂടുതലും റിസപ്ഷനിൽ ആ ഒരു പരിധിയിൽ തന്നെയായിരിക്കണം ട്രോളി ബേ ഉണ്ടായിരിക്കുന്നത്. കുറെ നീങ്ങിക്കിടന്നിട്ട് കാര്യമില്ലല്ലോ. സോ ആ ഒരു പരിധിയിൽ തന്നെ ആയിരിക്കണം ട്രോളി ബേ ഉണ്ടായിരിക്കുന്നത്. ഇനി നാലാമതായിട്ട് പറയുന്നത് വെയിറ്റിംഗ് ഏരിയ. വെയിറ്റിംഗ് ഏരിയ നോക്കാം. A waiting room for of 15 meters square. ആ ഒരു വിസ്തീർണ്ണോട്ട പറയുന്നത് ഇത്ര മീറ്റർ സ്ക്വയർ ഉണ്ടായിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. A waiting room for 15 meters square is suggested for the entry to visitors and relatives. ആ ഡെഡ് ബോഡീസിന്റെ വിസിറ്റേഴ്സിനും അല്ലെങ്കിൽ റിലേറ്റീവ്സിനും ഇപ്പോൾ ഡെഡ് ബോഡി ഐഡന്റിഫിക്കേഷൻ ചെയ്യാനൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, then fifth one, സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാല് നമ്മള് മറ്റു എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ കുറി, അതായത് സ്റ്റോർ റൂം എന്നൊക്കെ പറയും അല്ലെ. അതായത് അവിടേക്ക് ആവശ്യമായിട്ടുള്ള അവിടുത്തെ റെക്കോർഡുകളോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂമാണത് ചേംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then type of mortuary cold chamber. ഇനി കോൾഡ് ചേംബർ അതായത് മുറികള്, അതായത് സ്റ്റോറേജ്, അതായത് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്തിരിക്കുന്ന റൂമുകൾ മോർച്ചറിയിൽ. അത് രണ്ട് ടൈപ്പ് റൂമുകളാണുള്ളത്. പോസിറ്റീവ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചറും. അത് ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇത് പറയുന്നത്. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ രണ്ട് റൂമുകൾ ഉണ്ടെന്ന്. 2 types of mortuary chambers ഉണ്ട്. അത് ഫസ്റ്റ് വൺ പോസിറ്റീവ് ടെമ്പറേച്ചറിലുള്ളത്, സെക്കൻഡ് വൺ നെഗറ്റീവ് ടെമ്പറേച്ചറിലുള്ളത്. ഫസ്റ്റ് വൺ നിങ്ങൾ ആ 4 ഫങ്ഷണൽ ഏരിയ ഒന്ന് വായിച്ചു നോക്കാമോ? ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ലൊക്കേഷൻ, സ്പേസ് റിക്വയർമെന്റ്, സോറി ഫങ്ഷണൽ ഏരിയ നമ്മൾ 5 ഫങ്ഷണൽ ഏരിയ പറഞ്ഞു. അത്രയും ഭാഗം ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. വായിക്കാം കേട്ടോ. പോർട്ടിക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടില് വാഹനങ്ങളൊക്കെ ഇടില്ലേ, കാർ പോർച്ച് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളത് തന്നെയാണ് ഈ പോർട്ടിക്കോ എന്ന് പറയുന്നത് കേട്ടോ. ആമ്പിൾ എന്ന് പറഞ്ഞാല് ധാരാളമായിട്ട്, അതായത് ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഒത്തിരി ഉണ്ടാവാറുണ്ട്. വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോണം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ലാവരും? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ ഈ ചേംബേഴ്സ്, അതായത് നമ്മളെ സ്റ്റോറേജ് റൂം, മോർച്ചറിയിൽ നമ്മള് സ്റ്റോറേജ് റൂമുകൾ രണ്ടായിട്ടാണ് പറയുന്നത്. പോസിറ്റീവ് ടെമ്പറേച്ചറിലുണ്ട്, അതുപോലെ തന്നെ എന്താ നെഗറ്റീവ് ടെമ്പറേച്ചറിലുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ നോക്കാം. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്?
Positive temperature. Bodies are kept between 2 degrees Celsius and 4 degrees Celsius. Underline ചെയ്യാം, important ആണ്. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത് 2 degrees Celsius and 4 degrees Celsius. ഈ 2 degrees Celsius ഇടയിലാണ് നമ്മൾ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. While this is usually used for keeping bodies for up to several weeks. അപ്പോ ഇവിടെ നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡി കീപ്പ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചകളോളം ബോഡി അവിടെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആഴ്ചകളോളം സൂക്ഷിക്കാനാണ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത്. It does not prevent decay, which continues in slower rate than room temperature. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ അഴുകുന്നതിന്, അതായത് നമ്മളുടെ ഡെഡ് ബോഡീസ് കുറെ ദിവസം കഴിയുമ്പോൾ അഴുകി തുടങ്ങും അല്ലെ. അപ്പോൾ ഇത് ആഴ്ചകളോളം നിലനിൽക്കാനാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ മതി. It does not prevent decay, അതായത് ഡെഡ് ബോഡി അഴുകുന്നതിന് തടയുന്നില്ലെന്ന്. കാരണം ആഴ്ചകളോളം മാത്രമാണ് നമ്മൾ അഴുകാണ്ട് നിൽക്കൊള്ളുന്നത്. സ്ലോവർ റേറ്റ് ദാൻ റൂം ടെമ്പറേച്ചറിനേക്കാളും കുറച്ചുകൂടി അഴുകാതെ ഡെഡ് ബോഡീസ് നമുക്ക് ഒരു ആഴ്ചകളോളം, 1-2 ആഴ്ചകളോളം, മാക്സിമം 3-4 ആഴ്ച വരെയൊക്കെ ഡെഡ് ബോഡി കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസത്തോളം 2 മാസത്തോളം ഒന്നും ഡെഡ് ബോഡി നമുക്ക് ഈ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോ 2 ഡിഗ്രി and 4 ഡിഗ്രി ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്താം. പോസിറ്റീവ് ടെമ്പറേച്ചർ ഓക്കെ ആണോ? മനസ്സിലായോ? പോസിറ്റീവ് ടെമ്പറേച്ചർ ഡീക്കേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴുകുക എന്നൊക്കെ പറയില്ലേ, മീൻസ് ജീർണിക്കുന്ന ഒരവസ്ഥ, നമ്മുടെ മൃതശരീരങ്ങൾ ജീർണിച്ചു പോകുന്നത്. ഓക്കെ, നെഗറ്റീവ് ടെമ്പറേച്ചർ അടുത്തത് നമുക്ക് നോക്കാം. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്? Bodies are kept at between negative 15 degrees Celsius and negative 25 degree. Negative അവിടെ ഇല്ലെങ്കിൽ നെഗറ്റീവിന്റെ സൈൻ ഒന്ന് ചേർക്കാട്ടോ. negative 15 degrees Celsius and negative 25 degrees Celsius. അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡി കീപ്പ് ചെയ്യുന്നത് negative 15 നെഗറ്റീവ് -15 ഡിഗ്രി ആൻഡ് -25 ഡിഗ്രിയുടെ ഇടയ്ക്കാണ് നമ്മൾ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. Usually used at the forensic institutes, particularly when a body has been identified. അല്ലെ, അതായത് ഫോറൻസിക്കിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാനും മറ്റുമാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഉപയോഗിക്കുന്നത്. At this temperature, the body is completely frozen and decay is totally stopped. ഇവിടെ നമുക്കറിയാം negative 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിലുള്ള ഒരു ഫ്രോസൺ ചെയ്യുന്നുണ്ട്, ഫ്രീസ് ആവുന്നുണ്ട് ബോഡി അല്ലെ. സോ ഫ്രീസ് ആവുന്നതിനാൽ തന്നെ അത് ടോട്ടലി സ്റ്റോപ്പ് ചെയ്യുന്നു. മീൻസ് നമ്മുടെ ഡെഡ് ബോഡി കൂടുതൽ നമ്മുടെ ഫ്രീസറിൽ, നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ ഫ്രീസറിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം വെക്കുന്നതും അതിന്റെ ഫ്രീസറിന് താഴെ വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? വ്യത്യാസം ഉണ്ടാവും. ഫ്രീസറിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാലത്തോളം അത് സെറ്റ് ആയിട്ട് അവിടെ ഭയങ്കര ഫ്രീസ് ചെയ്തിട്ട് അവിടെ ഇരിക്കും അല്ലെ. പക്ഷെ താഴെയാണെങ്കിൽ അതിൽ നിന്ന് വെള്ളമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇല്ലേ? മീൻസ് വെള്ളമൊക്കെ അടുത്തൊക്കെ വരും അല്ലെ. അപ്പൊ ആ ഒരു കാര്യം ഇവിടെ പറയുന്നത്, അതായത് ഇത് negative 15 ഡിഗ്രി negative 25 ഡിഗ്രിയിൽ അത്രയും ഫ്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെഡ് ബോഡീസ് പെട്ടെന്ന് ഡീക്കേ ആവില്ല, പെട്ടെന്ന് അഴുക്കൂല. 1 മാസം 2 മാസത്തോളം നമുക്ക് മാക്സിമം നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡി കീപ്പ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, കൂടുതൽ ഡേയ്സ് കീപ്പ് ചെയ്യാം, കാരണം അത് അത്രയും ഫ്രീസ് ചെയ്തിട്ടുള്ളതാണല്ലോ ഡെഡ് ബോഡി. മറ്റേത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് അല്ല, അവിടെ ജസ്റ്റ് ഒരു 2 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണ് കീപ്പ് ചെയ്യുന്നത്. അതിനാൽ അധികം മാസങ്ങളോളം നിലനിൽക്കില്ല, അത് ഡീക്കേ ഒക്കെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്, ഭയങ്കര എന്താ പറയാ ഫ്രോസൺ ചെയ്തിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് തളവിലാണത്, മരവിപ്പിച്ചതാക്കിയാണ്. അതുകൊണ്ട് തന്നെ അഴുക്കൂല ഡെഡ് ബോഡി അല്ലെ. നമ്മള് മൊബൈൽ മോർച്ചറിയില്ലേ, അതായത് ഫ്രീസ് ചെയ്യൂലേ, നമ്മള് ഫ്രീസറായിട്ടൊക്കെ കൊണ്ടുവരില്ലേ ഡെഡ് ബോഡീസ്. 3-4 ദിവസമൊക്കെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഫ്രീസ് ചെയ്തൊക്കെ ഡെഡ് ബോഡീസ് ഒക്കെ അങ്ങനെ വെക്കാറൊക്കെ ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ ഇത് കുറച്ചും കൂടി ഫ്രീസർ നല്ല രീതിയിലുള്ള ഒരു കൂളിംഗ് ആണ് അല്ലെ. ഫ്രീസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതധികം ഡെഡ് ബോഡീസ് നശിച്ചു പോകുന്നില്ല. ക്ലിയർ ആയില്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പോസിറ്റീവും നെഗറ്റീവും ടെമ്പറേച്ചറും? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, പോസ്റ്റ്മോർട്ടം റൂം. അടുത്തതാണ്, അടുത്ത ഫാക്ടർ ആണ് പോസ്റ്റ്മോർട്ടം റൂം. The postmortem room is treated to be like an operation theater in all technicality. Underline ചെയ്യാം. പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ.
ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് തുല്യമാണെന്ന് പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്കറിയാം കുറെ ടൂൾസും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം റൂമിൽ വരുന്നത്. The major difference between mortuary and operation theatre is that OT atmosphere. ഇനി നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിന് തുല്യമാണെന്ന്. പക്ഷെ ഇവർ രണ്ടും തമ്മിൽ ഒരു മേജർ ഡിഫറൻസ് ഉണ്ടെന്ന്. എന്താണ് ഡിഫറൻസ് നോക്കാം. ഓപ്പറേഷൻ തിയേറ്റർ atmosphere is required to avoid outside infection. അല്ലെ? Entire inside and mortuary is needed to make inside infection. ശരിയല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറാൻ പാടില്ല അല്ലെ? നമ്മൾ അതുകൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്ററൊക്കെ സെപ്പറേറ്റഡ്, ഓപ്പറേഷൻ റൂമിൽ സെപ്പറേറ്റഡ് ഡ്രസ് ധരിക്കുന്നതും അതുപോലെ തന്നെ ചപ്പൽ നമ്മൾ ചെരുപ്പൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ലേബർ റൂമിലും മറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അവിടെ മാത്രം ഇടാൻ വേണ്ടിയിട്ട് പുറത്ത് സെപ്പറേറ്റ് ചെരുപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ടാവുന്നു ഇല്ലേ? എന്തുകൊണ്ടാണ് അത്? അത്രയും നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് വേറെ ഇൻഫെക്ഷൻസ് ഒന്നും പുറത്തുനിന്നുള്ള ഒരു ഇൻഫെക്ഷൻസും ഓപ്പറേഷൻ റൂമിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. നേരെ മറിച്ച് മോർച്ചറിയിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ എന്താണ് പറയുന്നത്? അകത്തുനിന്നുള്ള ഇൻഫെക്ഷൻ പുറത്തേക്കും വരാൻ പാടില്ല. അകത്തുനിന്നുള്ള ഇൻഫെക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെഡ് ബോഡീസിനെ കീറി മുറിച്ചുകൊണ്ടല്ലേ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. സോ കീറി മുറിക്കുമ്പോൾ ആ ഡെഡ് ബോഡീസിന്റെ ഉള്ളിൽ നിന്നും മറ്റും ഇൻഫെക്ഷൻസുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും അല്ലെ? സോ പുറത്തേക്ക് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. അതാണ് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ക്ലിയർ ആയോ? ഓപ്പറേഷൻ തിയേറ്റർ ഏകദേശം ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. പക്ഷെ രണ്ട് മെയിൻ ആയിട്ട് ഒറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വ്യത്യാസം? ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻസുകൾ ഒന്നും അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. പക്ഷെ എന്താണ്? മോർച്ചറി ആണെങ്കിൽ നമുക്കറിയാം മോർച്ചറിയിൽ നിന്ന് അകത്ത് മീൻസ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ്, പോസ്റ്റ്മോർട്ടം റൂമാണ് അല്ലെ? പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എന്താണ്? പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമ്മളുടെ ഡെഡ് ബോഡി കീറി മുറിച്ചിട്ടുണ്ട്, അപ്പൊ അത് ഒഴിവാക്കാം. ഓക്കെ, അവോയ്ഡ് എന്ന് വെച്ചാൽ ഒഴിവാക്കാന്ന്, അതായത് ഇൻഫെക്ഷൻസ് ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ ഒഴിവാക്കുക. ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ ഒഴിവാക്കാം. പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റൂമിന്റെ അകത്തുനിന്നുള്ള ഇൻഫെക്ഷൻ ഒഴിവാക്കാം. ഓക്കെ, അതാണ് മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും വായിക്കാം. പോസ്റ്റ്മോർട്ടം റൂം വരെ അത്രയും ഭാഗം ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാം കേട്ടോ. വായിച്ചെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി അടുത്ത ഫങ്ഷണൽ ഏരിയകൾ കൂടി ഒന്ന് നോക്കാം. ടോട്ടൽ 12 ഫങ്ഷണൽ ഏരിയ ആയിട്ടുള്ളത്. 7th വൺ നോക്കാം. ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്. ഒരു ഓഫീസ് റൂം റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനും പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട്. ദെൻ ഡോക്ടേഴ്സ് റൂം, അതായത് പോസ്റ്റ്മോർട്ടം സർജൻസ് ഒക്കെ വരുമല്ലോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന, അപ്പൊ അവർക്കായിട്ടുള്ള ഒരു റൂം. ദെൻ സ്റ്റോർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ടൂൾസുകൾ, കത്രികയും മറ്റ് എക്യുപ്മെന്റ്സുകളൊക്കെ ഉള്ള ഒരു റൂം. Then room for technicians and assistants, ടെക്നീഷ്യന്മാർക്കും അസിസ്റ്റൻസിനൊക്കെ ഉള്ള ഒരു റൂം. Then changing room, അതായത് ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യന്മാർക്കൊക്കെ ഡോക്ടേഴ്സിനും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമുകൾ. Then ടോയ്ലറ്റ്സ്, അതിനുള്ളിൽ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ടോയ്ലറ്റ്സുകൾ, മീൻസ് അവിടുത്തെ ജീവനക്കാർക്കുള്ള ടോയ്ലറ്റ്സ്. ഓക്കെ, അപ്പൊ ഫങ്ഷണൽ ഏരിയാസ്, ഒരു മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറഞ്ഞത് ടോട്ടലി ഒരു 12 ഫങ്ഷണൽ ഏരിയനുള്ളത്.
parking with covered portico, then reception, trolley bay, waiting area, storage chamber, postmortem room, office room, doctor's room, store room, room for technician and assistants, changing room, toilets. 12 ഫങ്ഷണൽ ഏരിയ ആണ് നമ്മൾ എടുത്തത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. Then അടുത്ത് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് മോർച്ചറി. ടൈപ്സ് ഓഫ് മോർച്ചറി ആണ് നോക്കുന്നത്. ഓക്കെ. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമുകളാണ്. ആ ചേംബറുകളാണ് നമ്മൾ പറഞ്ഞത്. പോസിറ്റീവ് ടെമ്പറേച്ചറുള്ള ചേംബറുകളുണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചറുള്ള ചേംബറുകളും ഉണ്ട്. അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ ഡെഡ് ബോഡീസിൽ കിടത്തിയിരിക്കുന്നത്. അതായത് ഫോറൻസിക്കിന് വേണ്ടി 1 മാസത്തോളം വേണ്ടത് ഈ ഒരു ചേംബറിലായിരിക്കും. നെഗറ്റീവിലായിരിക്കും അവർ ഡെഡ് ബോഡീസ് കിടത്തുന്നത്. പോസിറ്റീവിലാണെങ്കിൽ പോസിറ്റീവ് ചേംബറിൽ. സ്റ്റോർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടുള്ള സിസേഴ്സും മറ്റും എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവില്ലേ, അത് സൂക്ഷിക്കുന്നതാണ് സ്റ്റോർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആണോ? അഡ്ജന്റ് എന്ന് വെച്ചാൽ അടുത്തുള്ള ആള്, പെട്ടെന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത്, തൊട്ടടുത്തുള്ള ആളൊക്കെയാണ് കേട്ടോ മീനിങ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാം ടൈപ്സ് ഓഫ് മോർച്ചറി. അപ്പൊ മെയിൻ ആയിട്ട് 3 ടൈപ്പ് മോർച്ചറിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ വെയിറ്റിംഗ് മോർച്ചറി, ദെൻ ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി. 3 മോർച്ചറികളാണ്. നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം, വെയിറ്റിംഗ് മോർച്ചറി. എന്താണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് നോക്കാം കേട്ടോ. A waiting mortuary is a mortuary building planned specifically for purpose affirming that deceased persons are truly dead. എന്താണ് പറയുന്നത്? affirming എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിക്കുക. ഓക്കെ. മലയാളത്തിൽ തന്നെ എഴുതിയിട്ടോളൂ കേട്ടോ, അറിയില്ലെങ്കിൽ. അതായത് ഇപ്പൊ ഒരു എന്താണ് പ്രത്യേകം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. സോ ഈ വെയിറ്റിംഗ് മോർച്ചറിയുടെ പർപ്പസ്, എന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സൺ ആർ ട്രൂലി ഡെഡ്, ആ ഒരു പേഴ്സൺ അയാൾ മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുക. അഫ്രൈമിംഗ് എന്ന് വെച്ചാൽ സ്ഥിരീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതാണ് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയിൽ ചെയ്യുന്നത് അല്ലെ. ചിലപ്പോ ചെറിയ എന്തെങ്കിലും ഒരു ജീവൻ ഉണ്ടോ, അപ്പൊ അത് കൃത്യമായിട്ടും ആള് മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. Then അടുത്ത പോയിന്റ് നോക്കാം. Before the emergence of modern method of verifying death, people feared that they would be buried alive. അതായത് ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ്, ഇതുപോലെയുള്ള ബിഫോർ എന്ന് വെച്ചാൽ മുൻപ്, അതായത് എമർജൻസി ഓഫ് മോഡേൺ മെത്തേഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന സംഭവം നമുക്ക് മോഡേൺ ഒരു മെത്തേഡാണ്. ആള് മരിച്ചോ ഇല്ലയോ എന്നൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് അവിടെ. പക്ഷെ ബിഫോർ ദ എമർജൻസി, ആദ്യം പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ പീപ്പിൾ ഫിയർഡ് ദേ വുഡ് ബി ബ്യൂരിഡ് അലൈവ്. അതായത് മുമ്പ് ഇങ്ങനെയുള്ളൊരു വെയിറ്റിംഗ് മോർച്ചറിയോ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒന്നും ഇല്ലാത്തൊരു ടൈമില് ജനങ്ങൾക്ക് അവർക്ക് പേടിയായിരുന്നത്, ഭയങ്കര പേടിയായിരുന്നത്. ഇതിനെ കുറിച്ച് ഇപ്പോ ആള് മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു. അവർക്കൊരു ഭയം വരുന്നത്, അല്ലെങ്കിൽ മരിക്കാണ്ട് തന്നെ മരിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ ചിലപ്പോ ആളുടെ ബോഡി നമ്മൾ അടക്കം ചെയ്യും എന്നൊക്കെ ഒരു പേടിയായിരുന്നത്. ഇന്നാണെങ്കിൽ നമുക്ക് ഇതുപോലെ വെയിറ്റിംഗ് മോർച്ചറിക്കുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ അവിടെ നമ്മള് ആള് മരിച്ചോ ഇല്ലയോ എന്നൊക്കെ കൃത്യമായിട്ടും സ്ഥിരീകരിക്കും. പക്ഷെ ആദ്യകാലങ്ങളിലെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള മെത്തേഡ്സുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ആളുകൾക്ക് പേടിയായിരുന്നു. അതായത് ചിലപ്പോ പെട്ടെന്ന് തന്നെ അടക്കം ചെയ്യും, ആള് ചിലപ്പോ മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാതെ തന്നെ അടക്കം ചെയ്യുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു ജനങ്ങൾക്ക്. To lessen such fears, ഇങ്ങനെയുള്ള പേടികൾ കുറയ്ക്കാൻ വേണ്ടി the lately deceased were housed for or at a time in a waiting mortuaries
were attendance would watch for signs of life അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള പേടിയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മോർച്ചറിയിൽ തന്നെ ആ ജീവന്റെ അടയാളം, അതായത് സയൻസ് ഓഫ് ലൈഫ്, ആളുടെ ജീവൻ ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസ് ഉണ്ടെന്ന്, അതായത് അവിടെ ഉള്ളൊരു ജീവനക്കാരുണ്ട് ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ. അപ്പൊ ആള് എന്തെങ്കിലും കുറച്ച് ഒരു മണിക്കൂറുകൾ നിരീക്ഷിക്കും ആ ഡെഡ് ബോഡീസിന് അല്ലെ. നിരീക്ഷിച്ച് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അടക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അതായത് ഇപ്പോ കുറച്ചു നേരം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഡെഡ് ബോഡീസ് മരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ സ്കിന്നിലൊക്കെ വ്യത്യാസം വരും, ചിലപ്പോൾ എന്തെങ്കിലും സ്മെല്ലൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ആള് മരിച്ചു എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഇതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് നോക്കാം. The corpses would be allowed to decompose partially prior to burial. എന്താണ് പറയുന്നത്? കോർപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃതശരീരം അല്ലെങ്കിൽ ശവശരീരം, മൃതശരീരം എന്ന് വിളിക്കും. Then നമ്മൾ ഡീകമ്പോസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമാണെന്ന്. The corpse would be allowed to decompose partially prior to burial. അപ്പൊ അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം, അതായത് എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വന്നു തുടങ്ങും, എന്നതിന് ശേഷം മാത്രമേ അടക്കം ചെയ്യുകയുള്ളൂ. ഓക്കെ. ഇപ്പോ വെയിറ്റിംഗ് മോർച്ചറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ഒരു വ്യക്തി, ആ ഒരു പേഴ്സൺ മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഏരിയ ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഇപ്പൊ ജീവന്റെ സയൻസ് എന്തെങ്കിലും ഉണ്ടോ, അടയാളങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെയിറ്റിംഗ് മോർച്ചറിയിൽ നിരീക്ഷിക്കുന്നു. ഓക്കെ, വായിച്ചു നോക്കാം. വെയിറ്റിംഗ് മോർച്ചറി വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി നിങ്ങൾ വായിച്ചു പോണേ. ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃതശരീരം, കോർപ്സ് എന്ന് വെച്ചാൽ മൃതശരീരം. മൃതശരീരം would be allowed to decompose, അതായത് ഡീകമ്പോസ് മീൻസ് അഴുകി തുടങ്ങിയെന്ന് മീൻസ് നമുക്കറിയാലോ, കുറച്ചു നേരം കിടക്കുമ്പോൾ തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോഴാണ് അതിനെ നമ്മൾ അടക്കം ചെയ്യാനായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ കാര്യങ്ങൾ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ പറഞ്ഞില്ലേ, പഴയ ആദ്യകാലങ്ങളിൽ ഇങ്ങനെയുള്ളൊരു വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെയുള്ളൊരു സംവിധാനം ഇന്ന് നമുക്ക് എന്താണ്, അങ്ങനത്തെ ഉള്ളൊരു പേടികൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ ടൈമിൽ വെയിറ്റിംഗ് മോർച്ചറീസിൽ അവിടെ അറ്റൻഡൻസ് ഉണ്ട്. അറ്റൻഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ, അവിടുത്തെ ഉള്ള പ്രവർത്തകർ, ജോലിക്കാരാണ്. അവർ കുറച്ചു നേരം ഡെഡ് ബോഡീസ് നിരീക്ഷിക്കുന്നത്. നിരീക്ഷിച്ചിൽ നിന്നും കുറച്ചു നേരം നിരീക്ഷിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് ഓൾറെഡി ഇയാള് മരണപ്പെട്ടു അല്ലെങ്കിൽ മരണം സ്ഥിരീകരിക്കും. അതായത് നമുക്കറിയാലോ, കുറച്ചു നേരം മരിച്ചെന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ചു നേരം കഴിയുമ്പോൾ ചിലപ്പോൾ സ്കിന്നിലൊക്കെ ചേഞ്ചസ് വരും, കളർ ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ അത്തരത്തിൽ നിരീക്ഷിക്കുന്നു അതുവരെ. എന്നിട്ടാണ് അഴുകി തുടങ്ങുമ്പോൾ, ഡീകമ്പോസ്ഡ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആളെ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ട് ശരീരം അഴുകാനായിട്ട് വിടുന്നത്. ശരീരം അഴുകാനായിട്ട് വിട്ടിട്ട് അടക്കം ചെയ്യുന്നു. അതായത് സ്ഥിരീകരിക്കുകയാണ് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയിൽ. മരിച്ചു എന്ന് നമ്മൾ സ്ഥിരീകരിച്ചിട്ടാണ് അടക്കം ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നത് ഡെഡ് ബോഡി. ഓക്കെ, വായിക്കാട്ടോ. വീടുകൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അടക്കം ചെയ്യുമോ എന്ന് വെച്ചാൽ അടക്കം ചെയ്യാന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് കേട്ടോ. വീടുകൂടി അടക്കം ചെയ്യുക. കോർപ്സ് എന്ന് വെച്ചാല് മൃതശരീരം അല്ലെങ്കിൽ മൃതദേഹം. കോർപ്സ് ലാസ്റ്റ് പോയിന്റിൽ ബ്യൂരിയൽ എന്നാണ് കേട്ടോ. അത് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ബ്യൂരിയൽ എന്നാണ്, ബർസൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബ്യൂരിയൽ ആക്കാട്ടോ. ബ്യൂരിയൽ അടക്കം ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ബ്യൂരിയൽ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, തിരുത്താട്ടോ.
ഓക്കെ, വായിച്ചോ വെയിറ്റിംഗ് മോർച്ചറി? നെക്സ്റ്റ് വൺ ഹോസ്പിറ്റൽ മോർച്ചറി. അപ്പൊ വെയിറ്റിംഗ് മോർച്ചറി കഴിഞ്ഞു. ഇനി അടുത്തത് ഹോസ്പിറ്റൽ മോർച്ചറി ആണ് നോക്കാം. A hospital mortuary is situated within a hospital, a care center, a hospice or retirement home. ഒരു ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിത്തിൻ എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന് ഉള്ളിൽ തന്നെയാകാം. ദെൻ കെയർ സെന്റേഴ്സ്, കെയർ സെന്ററുകളിൽ ഉണ്ടാകാം. അതുപോലെ ഹോസ്പൈസ് ഓർ റിട്ടയർമെന്റ് ഹോം. ഹോസ്പൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പൈസ് അഭയ കേന്ദ്രം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറുകൾ പോലെയില്ലേ, അങ്ങനെയുള്ള അഭയ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോം എന്നിവിടങ്ങളിലും മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറി സ്ഥിതി ചെയ്യുന്നു, സിറ്റുവേറ്റഡ് ചെയ്യപ്പെടുന്നത്. It employs salaried personnel called mortuary disinfection service agent or morticians. അപ്പോ ആ മോർച്ചറിയിൽ ഒരു സാലറി കൊടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സണെയാണ് നമ്മൾ വിളിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. അണ്ടർലൈൻ ചെയ്യാം, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഒരു സാലറി ഒക്കെ കൊടുത്ത് നമ്മൾ നിർത്തിയിരിക്കുന്ന അവിടുത്തെ സർവീസുകൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പേഴ്സൺ ആണ് ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, then hospital mortuaries are part of a hospital service. Hospital mortuary എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സർവീസസിന്റെ ഒരു ഭാഗമാണ്. A hospital mortuary may be delegated as an autopsy site for forensic purpose. അപ്പോ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും എന്താണ്? ഡെലിഗേറ്റഡ്, ചുമതലപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്, ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോർച്ചറിയിൽ, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. Then, in a rural area where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. എന്താണ് പറയുന്നത്? ഗ്രാമപ്രദേശങ്ങളിൽ, ഇപ്പോ റൂറൽ ഏരിയാസിൽ ഒരു ബ്യൂരിയൽ, അടക്കം ചെയ്യാൻ പറ്റാത്ത ഫെസിലിറ്റീസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയകളിൽ ഹോസ്പിറ്റൽ മോർച്ചറി ഇന്ത്യയിലും ഡെഡ് ബോഡീസിനെ സ്വീകരിക്കുന്നു. അതായത് ഒരു ചെറിയൊരു ഫീസോട് കൂടി വിറ്റിനിറ്റി, എന്താ വിസിനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സമീപത്ത് തന്നെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഡെഡ് ബോഡിയെ നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. എന്നിട്ട് അതിനൊരു ഫീസും ഈടാക്കും. റൂറൽ ഏരിയകളിലൊക്കെ ഇതുപോലെ തന്നെ സൗകര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നമ്മൾ ഡെഡ് ബോഡീനെ സ്വീകരിച്ചിട്ട് ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ഡെഡ് ബോഡീസ് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്താം. മോർട്ടീഷ്യൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നാണ് നമ്മൾ സാലറി കൊടുത്ത് നിർത്തിയിരിക്കുന്ന അവിടുത്തെ പേഴ്സൺസിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം. ഹോസ്പിറ്റൽ മോർച്ചറി വായിക്കാം കേട്ടോ എല്ലാവരും. ഓട്ടോപ്സി എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം തന്നെയാണ് കേട്ടോ മീനിങ്. പോസ്റ്റ്മോർട്ടം ചെയ്യുക. വിസിനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമീപത്ത്, നിയർ ബൈ എന്നൊക്കെ പറയാം, അടുത്ത് തന്നെ.
കംപ്ലീറ്റ് ചെയ്തോ ഹോസ്പിറ്റൽ മോർച്ചറി? Then next നോക്കാം, മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് മോർച്ചറി. മൂന്നാമത്തെ ടൈപ്പാണ് ഈ പ്രൈവറ്റ് മോർച്ചറി. നോക്കാം. A private mortuary is a private structure to receive remain waiting for burial or cremation. അതായത് ഒരു സ്വകാര്യ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ട വ്യക്തികളെ തിരിച്ചറിയുന്നതിനും അവകാശപ്പെടുന്നതിനും വേണ്ടിയിട്ട് നമ്മള് ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും ടൈം നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അതായത് മരണപ്പെട്ടു ആളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീസണാല് നമ്മൾ ശവസംസ്കാരത്തിന് വരെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. അതായത് എന്താണ് പറയുന്നത്, ക്രിമേഷൻ എന്ന് വെച്ചാൽ അടക്കം ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. അടക്കം ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ക്രിമേഷൻ. ശവസംസ്കാരം ദഹിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. ഇത് എല്ലാ കേസുകളും പ്രൈവറ്റ് മോർച്ചറിയിൽ വെക്കാൻ പറ്റില്ല. ചില റയർ കേസുകളിലേക്ക് വെക്കും. നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. Unlike a hospital mortuary, a private mortuary may not receive the bodies of individuals who died of certain infection diseases. എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടുള്ള അസുഖങ്ങളാല് മരിച്ച വ്യക്തികളുടെ ഡെഡ് ബോഡീസ് ഒന്നും പ്രൈവറ്റ് മോർച്ചറിയിൽ കീപ്പ് ചെയ്യില്ല. നോർമലി ഇപ്പോ എന്തെങ്കിലും അസുഖമായിട്ട് വീട്ടിൽ കിടന്ന് അങ്ങനെ മരിച്ച പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കും. പക്ഷെ ഇൻഫെക്ഷൻ ആയിട്ട് വന്നിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കില്ല. Then all private mortuaries are run by funeral homes. എല്ലാ പ്രൈവറ്റ് മോർച്ചറി മാനേജ് ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസ് ആണ്. ഫ്യൂണറൽ ഹോംസ് എന്ന് വെച്ചാൽ എന്താ, ദഹിപ്പിക്കുന്ന സ്ഥലം. അതായത് നമ്മള് പ്രൈവറ്റ് ആയിട്ട് ഈ മരിച്ച വ്യക്തികളുടെ ഫാമിലിക്കും അവർക്കൊക്കെ സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നതിനാണ് ഈ ഫ്യൂണറൽ ഹോംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. Then private mortuaries are a part of external service of funeral homes. Private mortuary എന്ന് പറഞ്ഞാൽ ഫ്യൂണറൽ ഹോംസിന്റെ ഒരു പാർട്ടാണെന്ന്. They come under the category either of funeral homes or funeral parlor. ഈ ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃതദേഹങ്ങള് ദഹിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ആ ഒരു ഏജന്റ് പോലെ എന്നൊക്കെ പറയാം നമുക്ക്. അവര് തന്നെ സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഫ്യൂണറൽ ഹോംസ് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഫ്യൂണറൽ ഹോംസിന്റെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് വേണമെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ. എഴുതണോ? ജസ്റ്റ് ആ PDF തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അതിന്റെ താഴെ സ്പേസ് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. പറഞ്ഞോട്ടെ, എഴുതിക്കോളോ. ഫ്യൂണറൽ ഹോംസ് എന്താണെന്ന് എഴുതാം. A funeral home or funeral parlor, funeral home or funeral parlor a funeral home or funeral parlor is a business. Is a business. Is a business. A funeral home or funeral parlor is a business that provides burial and funeral services for the dead and their families.
for the dead and their families. Dead and their families. Okay. വായിച്ചു നോക്കാം. പ്രൈവറ്റ് മോർച്ചറി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രൈവറ്റ് മോർച്ചറി വായിച്ചു നോക്കാം. ബ്യൂരിയലും ക്രിമേഷനും എന്ന് വെച്ചാൽ അടക്കം ചെയ്യുക, ദഹിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ക്രിമേഷൻ ദഹിപ്പിക്കുക. വായിച്ചു എല്ലാവരും. നമ്മൾ എഴുതിയ നോട്ട്സും കൂടി ഒന്ന് വായിക്കാം കേട്ടോ. ഫ്യൂണറൽ ഹോംസ് എന്താണെന്ന് നോട്ട്സും കൂടി ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് അടുത്തൊരു സെക്ഷൻ കൂടി ഒന്ന് എടുത്തേക്കാം കേട്ടോ. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. എങ്ങനെയാണ് മോർച്ചറി എൻവയോൺമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ്, ദ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസ്ലി. വെച്ചാൽ എന്താണ്? മോർച്ചറിയിലത്തെ ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡെഡ് ബോഡീസ് എത്ര ദിവസം നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുന്ന രജിസ്റ്റർ കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. Second point, the necessary temperature of the mortuary is observed and sustained. അതായത് അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞില്ലേ, പോസിറ്റീവ് ടെമ്പറേച്ചർ എത്രയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാണ് വേണ്ടത്, അത് കൃത്യമായിട്ടും ആ ടെമ്പറേച്ചർ തന്നെയാണോ എന്ന് ഒബ്സർവ് ചെയ്യുക, അത് നിലനിർത്തുക. മൂന്നാമത്തെ പോയിന്റ്, ക്ലീൻനെസ് ആൻഡ് tightness of the mortuary is sustained. ക്ലീൻനെസ് വൃത്തിയുള്ളതുമായിരിക്കണം, ടൈറ്റ്നസ് മീൻസ് ഒരു അടുക്കും ചുറ്റിയുള്ളതും ആയിരിക്കണം. മോർച്ചറിയിലത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കും ചുറ്റിയും വേണം, ക്ലീൻനെസ് ആയിരിക്കും. സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. അതായത് സുരക്ഷ ഉറപ്പുവരുത്തണം അല്ലെ. അതായത് മോർച്ചറിയിൽ സുരക്ഷ കൃത്യമായിട്ടും ഉറപ്പാക്കണം. കാരണം ഇപ്പോ ഫോറൻസിക്കിനൊക്കെ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങളാണെങ്കിൽ അത് എന്താണ്, തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. ആളുകൾ പുറമേന്നൊക്കെ വന്ന് മോർച്ചറിയിലൊക്കെ കയറി ഡെഡ് ബോഡീസ് ഒക്കെ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്, തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ കൃത്യമായിട്ടും ഒരു സുരക്ഷ ഉണ്ടായിരിക്കണം. Then infection control standards and agendas are strictly sustained at all times. അതായത് ഇൻഫെക്ഷൻസ് കൺട്രോൾസ് അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാം, ഇൻഫെക്ഷൻസ് ഒക്കെ വരാണ്ടിരിക്കാം. അതുപോലെ തന്നെ അജൻഡാസ് അതിന്റെ പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് സ്ട്രിക്റ്റ്ലി ആയിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്ന്. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴൊക്കെ അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാനായിട്ട് പാടില്ല. സോ അതിനാല് അതിന്റെ കൃത്യമായിട്ടുള്ള അജണ്ട നടപടിക്രമങ്ങള് ശരിക്കും അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. 5 പോയിന്റ് ആണ്, ഒന്ന് വായിച്ചു നോക്കാം. 5 പോയിന്റ് വായിക്കാം കേട്ടോ, സിമ്പിൾ ആണ്, അതൊന്ന് മനസ്സിലാക്കി വായിക്കാനുള്ളൂ.
ക്ലിയർ ആണോ? 5 പോയിന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഇനിയിപ്പോ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലെ? ഇപ്പൊ ഒരുപാട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോരെ? മതിയോ? ഓക്കെ, പിന്നെ എടുത്ത അത്രയും ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മള് ഫങ്ഷണൽ ഏരിയകളാണ് പറഞ്ഞത്. അതില് മെയിൻ ആയിട്ട് 12 ഫങ്ഷണൽ ഏരിയ ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. നല്ല കവേർഡ് ചെയ്തിട്ടുള്ള പോർട്ടിക്കോ വേണം. ഡെഡ് ബോഡീസ് അറിയാനൊന്നും പാടില്ല. റിസപ്ഷൻ നമ്മൾ പറഞ്ഞു, അവിടെ നമ്മൾ ഡെഡ് ബോഡീസിനെ ഒബ്സർവ് ചെയ്യാൻ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കുന്നു. ട്രോളി ബെയിൽ പാർക്കുന്നത് ഡെഡ് ബോഡീസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവരണം. വെയിറ്റിംഗ് ഏരിയയില് നമ്മൾ വിസിറ്റേഴ്സിനും റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് വെയിറ്റിംഗ് ഏരിയ. ദെൻ സ്റ്റോറേജ് ചേംബർ, രണ്ടെണ്ണമാണ് പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും. ഇതിന്റെ രണ്ടിന്റെയും ആ അളവുകൾ ഒന്ന് ഓർത്ത് വെക്കുക. പോസിറ്റീവ് ടെമ്പറേച്ചർ ആണെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് ആണ് 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. ആഴ്ചകളോളം നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാം. നെഗറ്റീവിലാകുമ്പോൾ -15 ഡിഗ്രി ടു -25 അത് മാസങ്ങളോളം നമുക്ക് ഡീകമ്പോസ് ആവാതെ സൂക്ഷിക്കാം. ദെൻ ഓഫീസ് റൂം, ഡോക്ടേഴ്സ് റൂം, സ്റ്റോർ റൂം, ടെക്നീഷ്യൻസിന്റെ റൂം, ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ്സ്. ഓക്കെ, ദെൻ നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് മോർച്ചറീസ്. മെയിൻ ആയിട്ട് 3 ടൈപ്പ് മോർച്ചറീസ് ആണ്: വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി ആൻഡ് പ്രൈവറ്റ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറിയിൽ പറയുകയാണെങ്കിൽ ഡെഡ് ബോഡി, അതായത് പേഴ്സൺ മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ളൊരു മോർച്ചറിയാണ് വെയിറ്റിംഗ് മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുമ്പോൾ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽ കെയർ സെന്റർ, ഹോസ്പിറ്റൽസ്, റിട്ടയർമെന്റ് ഹോമുകളാണ്. അവിടെ നമ്മൾ സാലറി കൊടുത്ത് നിർത്തിയിരിക്കുന്ന പേഴ്സണെ വിളിക്കുന്നതാണ് മോർട്ടീഷ്യൻ. പ്രൈവറ്റ് മോർച്ചറിയിൽ നമ്മൾ പറഞ്ഞു വെയിറ്റിംഗ് ഓർ ക്രിമേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്രൈവറ്റ്, അവിടെ ഒരു കൂടുതൽ നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ ആയിട്ടുള്ള കേസുകളൊന്നും പ്രൈവറ്റ് മോർച്ചറിയിൽ സ്വീകരിക്കില്ല. അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് ഒന്നും അവർ സ്വീകരിക്കില്ല. നമ്മൾ എന്താണ് ഫ്യൂണറൽ ഹോംസ് നോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് 5 പോയിന്റ് ആണ് പറഞ്ഞത്. ഒക്യുപ്പൻസി രജിസ്റ്റർ, എത്ര ദിവസമാണ് അവിടെ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ടും അത് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൃത്യമാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചറിലാണോ. ദെൻ ക്ലീൻലെസ്സും അടക്കം ചിട്ടയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഇൻഫെക്ഷൻസ് കൺട്രോൾസ് പാലിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? എടുത്തത്രയും ഓക്കെയാണോ? ഓക്കെ, ഇനി ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. എടുത്തത്രയും ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സ്പീഡ് നോർമൽ ആണോ? ഓക്കെ ആണോ? ഓക്കെ, സിമ്പിൾ അല്ലേ ഒരു ചാപ്റ്റർ? നമുക്ക് മനസ്സിലാക്കി നമുക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഒരുപാട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബോറായിട്ട് തോന്നും അല്ലെ? അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ ഉള്ളത് വായിക്കാം, ഇനി പഠിക്കാം. ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനും കൂടി ശ്രമിക്കാം. നമ്മൾ ലാസ്റ്റ് നിമിഷത്തേക്ക് വേണ്ടി വെച്ചേക്കണ്ട, പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.